ഹലോ. ഹലോ അഖി. എന്തുണ്ട്? ഇന്നലെ വീട്ടില് നേരം വൈകുന്നേരം എത്തുമ്പോ ഇല്ലല്ലോ? ഇല്ല, ഞാൻ പറഞ്ഞ സമയത്തിന് നീ കൊണ്ടാക്കിനല്ലോ. അല്ല, കൊണ്ടാക്കിന് കൊറേ ഇങ്ങോട്ടാണ് നടന്നെത്തുമ്പോ ലേറ്റ് ആയത്. നിന്റെ കെട്ടിയോൻ വന്നിനോ? ലേറ്റ് ആയിട്ടൊന്നുമില്ല, കെട്ടിയൊന്നും വന്നിട്ടുമില്ല. അപ്പൊ ഇനി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കെട്ടിയോൻ വന്നി, ഒരു അരമണിക്കൂർ കഴിഞ്ഞ്. ആട് ഭാഗ്യം. അല്ല, നീ ഇന്നലെ നമ്മള് പോയ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണല്ലോടാ. എന്തേ ഒന്നും കൂടി പോന്നാ? റൂം കിട്ടാത്ത സമയവും നീ അവിടെ പോയാ മതിയല്ലോ. നീ അവിടെ പോവാ, അത്ര ഇഷ്ടപ്പെട്ടല്ലേ? നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല. നീ ശരിക്കൊന്നും പറയില്ലല്ലോ നല്ലത്, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ലേ. സ്ഥലാണോ ഇഷ്ടപ്പെട്ടെ, അല്ലെ കൂടാരാണോ ഇഷ്ടപ്പെട്ടെ, അല്ലെങ്കിൽ കൂടാരത്തിൽ കേറിയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണോ ഇഷ്ടപ്പെട്ടെ? നീ ചോദിച്ച 3 കാര്യവും ഇഷ്ടപ്പെട്ടിരുന്നു. ഇത്ര നല്ല സ്ഥലം കണ്ടുപിടിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. നിന്നെ കൊണ്ടല്ലേ പോന്ന്, പിന്നെ നല്ല സ്ഥലം തന്നെ കണ്ടുപിടിക്കണ്ടേ. അതായിട്ടൊരു നല്ല കാര്യം ചെയ്തു. നല്ല കാര്യം ഞാൻ എപ്പം ചെയ്യുന്ന കാര്യമല്ലേ ചെയ്തിട്ടുള്ളൂ. അല്ല, നല്ല സ്ഥലം കണ്ടുപിടിച്ച്. അങ്ങനെ ഞാൻ പറയുന്നേ, അവിടെ ഒരു ഇല്ലാതൊരു കുറവുണ്ടേ. ഡ്രസ്സൊക്കെ അയച്ചിട്ട് കൊളത്തിടാൻ ഹാങ്കറൊന്നും ഇല്ലയോ? എല്ലാം നിലത്തിടേണ്ടി വന്നിട്ടില്ലേ? അതാന്നൊരു പോരായ്മ തോന്നി. ഇത് ഓരോന്ന് അയച്ചു വെക്കുന്നതിന് ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു ഹാങ്കറൊക്കെ ഉണ്ടാവണ്ടേ? അതില്ലാതെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എല്ലാം അയച്ചു നിലത്തിടേണ്ടി വരില്ലേ? അത് ഏടി എത്തിയാലും എനിക്ക് ഈ പരിപാടിയേ ഉള്ളൂ അല്ലേ. എന്ത് പരിപാടിക്ക് പോന്ന്? അങ്ങനല്ല, മൊത്തത്തില് ഒന്ന്. അത് പിന്നെ അങ്ങനെയല്ല, നമ്മൾ എവിടെ പോയാലും ആ സ്ഥലം മൊത്തത്തിൽ അങ്ങ് കണ്ട്, എന്താ പറയാ, അതിന്റെ ഇതങ്ങ് ഊറ്റി അങ്ങ് എടുക്കണം. എന്താ എന്താ പകലായോണ്ട് കുറച്ചൊരു ചമ്മലുണ്ടേ. പകലായാലും അതിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ ഒരു ഇരുണ്ട ഒരു പ്രതീതിയല്ലേ. എനിക്ക് നാണക്കെടുന്നുണ്ടാവൂലായിരിക്കും, എനിക്ക് എന്തോ ഒരു പോലെ ഉണ്ടേനും. എന്തിന്? നമ്മള് സ്ഥിരമായിട്ട് തിന്നുന്ന ചോറല്ലേ, സ്ഥിരം അതന്നെയല്ലേ പിന്നെ കാണുന്നതും കഴിക്കുന്നതൊക്കെ. പിന്നെന്തിനാ അതിനൊരു എന്തോ പോലെ? ഞാൻ സ്ഥിരമായിട്ട് കാണുകയും തിന്നുകയും ചെയ്യുന്ന ചോറാണ്. പിന്നെ അതിനകത്ത് എന്ത്? അതല്ല, പകലായതുകൊണ്ടടാ. ഇനി എനക്ക് നിന്നെ കാണുമ്പോ ഉണ്ടാവോന്നൊരു സംശയം. പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നാലോ, നീ എങ്ങനെ ഉണ്ടായാല്? വീട്ടില് രാത്രിയല്ലേ? അല്ല, രാത്രി ആയാലും പകല് അത്രയല്ലേ ഉള്ളു പ്രശ്നം. നമുക്ക് എന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. നമ്മളെല്ലാം ആസ്വദിക്കുന്ന രീതിയിൽ എല്ലാം. അത് ഏറ്റവും നല്ലത്. നമ്മളിപ്പോ ഒരു സ്ഥലം കാണാൻ പോയി രാത്രി കാണുന്നതിനെ കണ്ടിട്ട് പകല് ഫുള്ള് കാണാനല്ലേ അതിനൊരു രസവും സുഖവും. അതെല്ലാം അങ്ങനെ കാണേണ്ട കാര്യമുള്ളൂ. അങ്ങനെയായിരിക്കും. പിന്നെ എന്റെ കാര്യം പറഞ്ഞതാ ഞാൻ. പിന്നെ കെട്ടിയോൻ വന്നിട്ടൊന്നും ചോദിച്ചില്ലേ? കെട്ടിയോൻ വന്നിട്ട് എന്ത് നീയപ്പോ പറഞ്ഞേ? സാധാരണയുള്ള ചോദ്യം തന്നെ. അല്ല, കൊറേ ദിവസമായിട്ട് ആക്കാൻ തോന്നില്ലല്ലോ. കെട്ടിയോന് കയറി മേയാന്ന് തോന്നിയില്ലേ കൊറേ ദിവസമായിട്ട്? അത് ഇന്നലെ ഇല്ല കേട്ടാ, ചിലപ്പോ ഇന്നുണ്ടാവും. ഇന്നലെ കൊറേ ദിവസമായില്ലേ? അതെന്ത് മനുഷ്യൻ, ഒരു വിശപ്പില്ലാതൊരു മനുഷ്യൻ അയാള്. എല്ലാവരും നിന്നെപ്പോലെയാ? എന്നെപ്പോലെ എനിക്ക് ഇച്ചിരി വിശപ്പ് കൂടുതൽ. എനിക്കിത് എന്തെങ്കിലും ഡെയിലി ഇങ്ങനെ വാരി വെച്ച് തിന്നുകൊണ്ടേ. എന്തായാലും കാര്യമില്ല. എന്തായാലും നല്ല രുചികരമായ കിട്ടണം. അതായത് നിന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ കിട്ടി അവരുടെയൊക്കെ കഴിക്കുന്നതിന് ഇഷ്ടം അതല്ലേ. അല്ലാണ്ട് അല്ല, ഞാനില്ലെങ്കിൽ നീ ചോറും തിന്നൂല, ബിരിയാണി തിന്നൂല, ഒന്നും തിന്നൂല. അതുറപ്പാണ്. ചോറും ബിരിയാണിയൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ, മറിയാതെയും ഉണ്ടാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഉണ്ട്. നമുക്ക് തരണ്ടേ? എല്ലാ ഹോട്ടലിലും കയറാൻ പറ്റില്ല. നിന്റെ അടുത്ത് കഞ്ഞിയുണ്ട്, ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, ഇളനീരുണ്ട്. പിന്നെ ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ലേ,
അപ്പൊ ഇതെല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല. അത് ശരി. അല്ല ഞാൻ പറയുന്നേ, ഇത്രയും ദിവസമായി നീ നിന്റെ അങ്ങ് വീട്ടിൽ അമ്മക്ക് സുഖം പറഞ്ഞിട്ട് പോയിട്ട് കൊറേ ദിവസമായില്ലേ? ആയി. എന്നിട്ട് വന്നിട്ട് നിന്റെ ചങ്ങായിക്ക് ഒന്നും തോന്നിയിട്ടില്ല? അല്ല, അങ്ങനെയൊക്കെ അറിയാലോ, ഞാൻ പിന്നെ കുറച്ച് ദിവസം എനിക്ക് പറ്റാണ്ട് ഡേറ്റെല്ലാം അറിയാലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നതിന്റെ ക്ഷീണം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് പറയാൻ പറ്റൂല. ഇന്ന് ചെലപ്പോ കേറി അങ്ങ് മെയ്യും അല്ലേ? നിന്റെ ഭാഗ്യം. ദിവസം ഉണ്ടല്ലോ, നമ്മളെ പോലെ പട്ടിണിയൊന്നുമല്ല. നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോ കിട്ടും, ഒരാഴ്ച വീണ്ടും പട്ടിണി. അപ്പൊ നീ എപ്പ പട്ടിണിയായി? അന്ന് 3 ദിവസം നിനക്ക് ഞാൻ പറഞ്ഞോണ്ടല്ലേ, നീ വന്നീനല്ലോ ഒരു ദിവസം. ഒരു പ്രാവശ്യം കഞ്ഞി കുടിക്കാൻ വന്ന്, ബാക്കിയുള്ള ദിവസം ബിരിയാണിയും ചോറെല്ലാം കിട്ടി. അത് മതി. ആ ദിവസം മേടിക്കുന്ന നീ കല്യാണം കഴിച്ചു? വേണ്ട, ഇന്നലെ ബിരിയാണിയും നെയ്ച്ചോറെല്ലാം കിട്ടില്ല ഇന്നലെ. അങ്ങനെയല്ല പറഞ്ഞ, ദിവസം മേടിക്കുന്ന നീ കല്യാണം കഴിച്ചോ? ആരാ തന്നെയാ? അന്നയല്ല, അന്നേ നീ ഇങ്ങനെ കഴിക്കുക. അപ്പൊ നീ ഒന്നേരോ വീട്ടിലല്ലേനോ? അത് വേണ്ട, നീ വേറെ ആരെങ്കിലും കഴിച്ചു. ഇഷ്ടപ്പെട്ട കിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ കഴിച്ചാലും കിട്ടും. കിട്ടുവോ? കല്യാണം കഴിച്ചാലും കിട്ടുന്നു. പിന്നെ നീ നോക്ക്, നല്ല പാചകമൊക്കെ ചെയ്യാൻ നന്നായിട്ട് ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എവിടെയുണ്ടോ നോക്ക്. പിന്നിപ്പം മനസ്സിലിരിപ്പ് പുറത്തു വന്നത്? എന്ത് മനസ്സിലിരിപ്പ് പുറത്തു വരെ? നീ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു, എന്നിട്ട് നീ തന്നെ നോക്കും. ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടല്ലോ. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നീ നോക്കിത്തന്നെ. ഞാൻ നോക്കൂല, നീ എന്നെ നോക്കി കണ്ടുപിടിക്കും. ഞാനേടിയാ നീ നോക്കണ്ടേ? നമ്മള് മുമ്പ് ഒരാളെ നോക്കിയേ, അതങ്ങ് കിട്ടിയിട്ടില്ല. നീ പോരാഞ്ഞിട്ടല്ലേ കിട്ടാൻ? ഞാൻ എല്ലാം കൂടി ഞാൻ പോരാഞ്ഞിട്ടായ? നമ്മള് അപ്പൊ നേരം ഇപ്പൊ എല്ലാം ഉഷാറില്ലേ? അല്ല, എന്നെ കൂട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര പണിയില്ലേനോ? അങ്ങനെ കൂട്ടിയിട്ട് പോകാൻ പറ്റുവോ നേരം? അല്ല, നീ ഇപ്പം പറയുന്നില്ല, അന്നേരം നീ വരുമായിരുന്നു. വരുവല്ലോ ചെയ്യും, നീ വിളിച്ചിട്ടുണ്ടോ? വരും. ഇപ്പം വരി. ഇപ്പൊ ഇങ്ങനെ ശരിയാവുക? എന്താ ഇപ്പം വന്നാ നീ എന്നെ കൂട്ടു? ഉറപ്പാ? ഞാൻ കൂട്ടും. എന്നാ ശരി. വരുന്നോ? അന്റെ മോനെ എന്നതാ ചെയ്യാ? ഒപ്പരം കെട്ടിയനും കൂട്ടേണ്ടി വരുവാ? കുട്ടീനെയും കൂട്ടണം, ഒപ്പരം കെട്ടിയനെയും കൂട്ടേണ്ടി വരൂല്ലേ? അതൊന്നും ഇനി നടക്കൂല മോനെ. നടക്കുന്ന കാര്യമുള്ളതിനെ കൊണ്ട് എന്നേരം നിങ്ങക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒപ്പരെ പറ്റൂ എല്ലാം പറഞ്ഞിട്ടല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്റെ വീട്ടുകാരല്ലേ പറഞ്ഞു. അതെ, അതുകൊണ്ടല്ലേ പറഞ്ഞേ. അതുകൊണ്ടല്ലേ പിന്നെ നമ്മള് പിന്നെ മതി ഇങ്ങനെ അങ്ങ് വോട്ട് നേടിയത്. ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചില്ലേ, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, പോയതൊന്നുമല്ല. നിർബന്ധിച്ച് കഴിപ്പിച്ച അതുകൊണ്ടൊന്നും എനിക്ക് നല്ലൊരു അടിപൊളി ഒരാളെ, നല്ല ഒരു എല്ലാം തികഞ്ഞ മോശം അങ്ങനെ നീ കളിയാക്കണ്ട. ഞാൻ കളിയാക്കിയല്ല, നല്ലതല്ലേ ഞാൻ പറഞ്ഞു. ഈ ചില കാര്യങ്ങൾ കുറച്ച് കുറവുണ്ടെന്നല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളടത്ത് പോവുകയും ചെയ്യാം. നീ ഇന്നലത്തെ ക്ഷീണെല്ലാം പറഞ്ഞിട്ട് ഇന്ന് ജോലിക്ക് പോയി? പിന്നെ നമ്മക്കെന്ത് ക്ഷീണമല്ലോ? എന്ത് നമ്മക്കെന്ത് ക്ഷീണം? അല്ല, ഇന്ന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. ഇന്നലെ പിന്നെ ആർക്കും നിർബന്ധിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഹോസ്പിറ്റലാങ്ങനെ നിർബന്ധിച്ച് നോക്കായിരുന്നു, ഇനിയിപ്പൊ നിർബന്ധിക്കണം. അല്ല, അതിന്റെ കെട്ടിയവനെടിയും പോകാനൊന്നുമില്ല. കെട്ടിയവന് എവിടെയും പോവാനുണ്ടോന്ന് എനിക്ക് ഇപ്പൊന്നും അറിയില്ല.
അല്ല എവിടെയെങ്കിലും ഒരു ട്രിപ്പ് എന്തെങ്കിലും ഒരു ടൂറിലും പോകാൻ ചങ്ങായി ഓർത്തരോ? ടൂറ് ഇപ്പൊ എനിക്ക് നിർബന്ധിച്ച് പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ. എന്തോ ഒരു ടൂറിന്റെ കാര്യം പറയുന്ന കേട്ടിനി. മറ്റേ അവര് ഓഫീസിൽ നിന്ന് എന്തോ ഒരു കൊറേ ആള് കൂടി പോകുന്നതെന്നാ എന്തോ പറഞ്ഞു. ഇനി അന്നെയും കൂട്ടിട്ട് കൂട്ടുവോന്ന് അറിയില്ല. ഞാൻ പോകുന്നില്ല. എനിക്ക് മൂടില്ലാന്ന് പറഞ്ഞു. മൂടുണ്ടാക്കാം. നീ പറഞ്ഞ എനിക്ക് മൂടൊന്നുമില്ല ടൂർ പോകാന്ന് പറഞ്ഞു. നമുക്കിടന്ന് മൂടുണ്ടാക്കാലോ. അല്ല, മോന് സ്കൂളുള്ള സമയം പോവാന്നെങ്കിൽ നിർബന്ധിക്കൊന്നുമില്ല.